ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നും അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സർക്കാർ ജോലി ലഭിക്കാത്തതിലെ മനോവിഷമത്തെ തുടർന്ന് ബിടെക് സ്വർണ്ണ മെഡൽ ജേതാവായ 23-കാരൻ ജീവനൊടുക്കി. 50ഓളം തവണ ശ്രമിച്ചിട്ടും ജോലി നേടാൻ കഴിയാത്തതിൽ പിതാവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള കുറിപ്പ് എഴുതി വെച്ചാണ് യുവാവ് ആത്മഹത്യ ചെയ്തത്. തൊഴിലില്ലായ്മ ഒരു യുവ പ്രതിഭയുടെ കൂടി ജീവനെടുത്തിരിക്കുന്നു. കാൺപൂരിലെ ഗോവിന്ദ് നഗറിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ ദാരുണ സംഭവം നടന്നത്. ആനന്ദ് കുമാർ എന്ന 23-കാരനെയാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഠനത്തിൽ ഏറെ മിടുക്കനായിരുന്ന ആനന്ദ് 2024-ൽ കാൺപൂരിലെ PSIT കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് പൂർത്തിയാക്കിയത് സംസ്ഥാനത്ത് 3ാം റാങ്കോടെയാണ്. ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലിൽ നിന്നും നേരിട്ട് സ്വർണ്ണ മെഡൽ ഏറ്റുവാങ്ങിയ മികച്ച വിദ്യാർത്ഥി കൂടിയായിരുന്നു ഇദ്ദേഹം. ആനന്ദിന്റെ മൂത്ത സഹോദരന്റെ വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി കുടുംബാംഗങ്ങൾ ബീഹാറിലെ തറവാട്ട് വീട്ടിൽ പോയിരുന്ന സമയത്താണ് മരണം സംഭവിച്ചത്. വീട്ടുജോലിക്കാരി വന്നപ്പോൾ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മുറിയിൽ നിന്ന് പോലീസിന് ലഭിച്ച 5 വരികൾ മാത്രമുള്ള ആത്മഹത്യാക്കുറിപ്പ് ഏവരുടെയും കണ്ണു നനയിക്കുന്നതാണ്. ക്ഷമിക്കണം അച്ഛ, ഒരു സർക്കാർ ജോലിക്കായി ഞാൻ 50ഓളം തവണ ശ്രമിച്ചു. എന്നാൽ എനിക്ക് വിജയിക്കാനായില്ല. ദയവായി എന്നോട് പൊറുക്കുക എന്ന് ഇംഗ്ലീഷിലാണ് ആനന്ദ് കുറിപ്പെഴുതിയിരിക്കുന്നത്. ബിടെക് പഠനശേഷം പവർ ഗ്രിഡിൽ 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയ ആനന്ദ് തുടർന്ന് റെയിൽവേ, SSC, ബാങ്ക്, വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയവയുടെ നിരവധി മത്സര പരീക്ഷകൾ എഴുതിയിരുന്നതായി പിതാവ് രാജ്കുമാർ വ്യക്തമാക്കി. ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആനന്ദ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും പിതാവ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.